Hello children, welcome to Social Studies class. Now we will discuss about new chapter 8, the water we drink. Are you ready? Okay, let's start our class, the water we drink. Please take your textbook. Please open chapter 8. We need water to live. Plants and animals also need water to live. We use water for cooking, bathing, washing, cleaning, and also for generating electricity. Farmers need water to grow crops in their fields. Water is colorless, tasteless, and transparent. നമുക്കറിയാം, വെള്ളമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, വെള്ളമൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്തേനെ നമ്മൾ അല്ലേ? അപ്പം എല്ലാ ജീവനുള്ളവയ്ക്കും എന്ത് വേണം? ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്. അതുപോലെ പ്ലാന്റ്സ്, അനിമൽസ് ഇവയ്ക്കെല്ലാം എന്ത് വേണം? യെസ്, കറക്റ്റ്, വാട്ടർ. നമ്മളതുപോലെ വാട്ടർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? പ്ലീസ് ടെൽ മീ. യെസ്, കറക്റ്റ്. കുക്കിംഗ്, ബാത്തിങ്, വാഷിംഗ്, ക്ലീനിങ് ആൻഡ് ഓൾസോ ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. നമ്മളെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട് അല്ലേ? ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്? വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫാർമേഴ്സിന് കൃഷിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ആവശ്യമാണ്. വാട്ടറിന് കളറുണ്ടോ? ഇല്ല അല്ലേ? കളർലെസ് ആണ്. എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ഇല്ല, ടേസ്റ്റ്ലെസ് ആണ്. അതുപോലെ ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് വെള്ളത്തിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും, അതിന് വലിയ കട്ടിയൊന്നുമില്ല. അത് നമ്മളെ ട്രാൻസ്പാരൻ്റ് ആണ്. ദെൻ ഫോംസ് ഓഫ് വാട്ടർ. In nature, water exists in 3 different forms: solid, liquid and gas. വാട്ടറിന് 3 ഫോംസ് ആണല്ലേ, 3 അവസ്ഥകളാണുള്ളത്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ് എന്ന് പറഞ്ഞാൽ കട്ടി ഉള്ള അവസ്ഥ. അതായത് നമ്മൾ ഫ്രീസറിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഐസ് ആവും അല്ലേ? അപ്പോൾ ഐസിൻ്റെ രൂപത്തിനാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വെള്ളത്തെ വെള്ളമായി തന്നെ ഉപയോഗിക്കില്ല, ആ വെള്ളത്തെയാണ് ലിക്വിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അതിൻ്റെ നീരാവി പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് ഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the water in ponds, lakes, rivers, seas and oceans gets heated by the sun. It rises in the form of water vapor. The water vapor then cools down high up in the sky and forms tiny water droplets. These tiny drops of water join together to form clouds. When the drops get bigger on further cooling, it rains. The water then returns to the water bodies in the form of rain. This process is called the water cycle. What is water cycle? അതായത് മഴ ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? ഇതാണ് വാട്ടർ സൈക്കിൾ. വാട്ടർ പോൺസിലും ലേക്സിലും ഓഷ്യൻസിലും ഒക്കെയുള്ള വാട്ടർ എന്താവും? ഹീറ്റഡ് ബൈ ദ സൺ. സണ്ണിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റിട്ട് ചൂടായി എന്താവും? ഇറ്റ് റൈസസ് ഫോം ഓഫ് വാട്ടർ വേപ്പർ. നീരാവിയായി മുകളിലേക്ക് പോകും. ഇത് എന്നിട്ട് ആകാശത്തെത്തി ഓരോരോ ടൈനി, അതായത് ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് എന്താവും? ക്ലൗഡ്സായി മാറും. ഈ ക്ലൗഡ്സ് കുറച്ച് കഴിയുമ്പോൾ കാറ്റൊക്കെ തട്ടി ഇത് തണുത്ത് എന്താവും? മഴയാവും. ഇത് വീണ്ടും മഴയായി എവിടേക്ക് വരും? ഈ വാട്ടർ ബോഡീസിൽ വരും. പിന്നെയും ഇതെന്താവും? പിന്നെയും ഇത് സൂര്യൻ്റെ ചൂടായിട്ട് മുകളിലേക്ക് പോകും. അത് പിന്നെയും താഴേക്ക് വരും, പിന്നെയും മുകളിലേക്ക് പോകും. ഇതാണ് എന്ത്? വാട്ടർ സൈക്കിൾ. ദെൻ വാട്ടർ ഈസ് പ്രസൻറ്റ് ആസ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ. In very cold places, it exists in the form of snow or
ice. It is present in liquid form in water bodies. വാട്ടർ ബോഡീസിൽ എന്തുണ്ട്? ലിക്വിഡ് ഫോം ഉണ്ട് വാട്ടറിൻ്റെ. പിന്നെ അതുപോലെ സ്നോയും ഐസൊക്കെ കാണുന്നില്ലേ, അത് ഏത് ഫോമാണ്? സോളിഡ് ഫോമാണ് അല്ലേ. പിന്നെ വാട്ടർ വേപ്പർ, എയറിൽ വാട്ടർ വേപ്പറിൻ്റെ അതായത് നീരാവിയുടെ പ്രസൻസ് ഉണ്ട്, അത് ഏത് ഫോമാണ്? ഗ്യാസ്. അപ്പം 3 ഫോംസ് പഠിച്ചു: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതുപോലെ വാട്ടർ സൈക്കിളും പഠിച്ചു അല്ലേ. അപ്പോൾ with today's homework, please read this chapter 2 or 3 times. Thank you. Have a nice day.